കനത്ത തണുപ്പാണ്. ശ്രീനഗറിൽ താപനില -7 ഡിഗ്രി വരെ -7 നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ -7 ഡിഗ്രി തണുപ്പെന്ന് പറഞ്ഞാൽ ദാൽ തടാകത്തിന്റെ ദൃശ്യങ്ങളല്ലേ കാണുന്നത്. ദാൽ തടാകം തണുത്തുറഞ്ഞു പോയിരിക്കുകയാണ്. നാളെ കശ്മീരിൽ കനത്ത ശൈത്യ തരംഗത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. ഡൽഹിയിൽ തണുപ്പിനൊപ്പം ചാറ്റൽ മഴയുമുണ്ട്. അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, അവിടെ കാലാവസ്ഥ അല്പം മോശമായപ്പോഴാണ് അനൂപ് നാട്ടിലേക്ക് വന്നത്. ഡൽഹിയിൽ വലിയ വായു മലിനീകരണവും അന്തരീക്ഷം വളരെ മോശമായ ഘട്ടത്തിൽ അനൂപ് നാട്ടിലേക്ക് വന്നു. അന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എങ്ങനെയുണ്ട് അവിടെ? നമുക്ക് നിന്ന് പോകാൻ കഴിയുന്ന സ്ഥിതിയാണോ? രാവിലെ 7 ഡിഗ്രി വരെയൊക്കെ താഴ്ന്നു എന്നാണ് കേട്ടത്. നല്ല നല്ല തണുപ്പാണ്, കനത്ത തണുപ്പാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹിയിൽ 4 വരെ താപനില 4 വരെ എത്തിയിരുന്നു. പക്ഷെ ഇന്നലെയും മിനഞ്ഞാന്നും താപനില 8 വരെ പോയിട്ടുള്ളൂ. പക്ഷെ ഇന്നത്തേക്ക് വരുമ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ചാറ്റൽ മഴ കഴിഞ്ഞപ്പോൾ മഴ കഴിഞ്ഞാൽ തണുപ്പ് കൂടും. അങ്ങനെ ഒരു തണുപ്പ് കൂടിയ അവസ്ഥയാണ് അത്. അതായത് ഒരു 6 താപനില 5, 6 ഇന്ന് ഡൽഹിയിലുള്ളത്. പക്ഷെ നമ്മൾ ശ്രീനഗറിലേക്ക് കശ്മീരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അതിരൂക്ഷമായ തണുപ്പുണ്ട്. തണുപ്പ് എന്ന് പറയുമ്പോൾ -7 വരെ പോകുമ്പോൾ ഫ്രീസായ അവസ്ഥയാണ് പല ഇടങ്ങളിലും. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നില്ലേ, ദാൽ തടാകം സമ്പൂർണ്ണമായി ഐസ് കട്ട പോലെ ആയി പോയിട്ടുണ്ട്. നാളെയും ഒരു ശൈത്യ തരംഗം കശ്മീരിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഡൽഹിയിലാണെങ്കിൽ ഇത് ചെറിയൊരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഈ മഴയിൽ തണുത്ത കാറ്റും കൂടി ആകുമ്പോൾ കനത്ത തണുപ്പിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും അടുത്ത ഒരാഴ്ചക്കാലം ഇങ്ങനെ തന്നെയായിരിക്കും ഉത്തരേന്ത്യയിലെ മിക്കയിടങ്ങളിലും അവസ്ഥ. തണുപ്പ് കൂടുന്ന സ്ഥിതിയിലാണ് ഡൽഹിയിൽ. രാജ്യതലസ്ഥാനത്തും കാലാവസ്ഥ വളരെ അവിടെ ജീവിക്കാൻ കഴിയുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് പുറത്തുള്ള ആളുകൾക്കൊക്കെ എന്ന നിലയിലാണ്. അതിനാണ് കാശ്മീരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. അത് അതിമനോഹരമാണ്. പക്ഷേ അവിടുത്തെ അന്തരീക്ഷം വളരെ -7 തണുപ്പ്